നാം ഇനിയും ദാസ്യത്വത്തിന്റെ അടിമത്തത്തിൽ നിന്നുകൊണ്ട് ആ ഒരു അടിമ നുഖത്തിൽ കീഴിൽ കിടന്നുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. മക്കളെങ്കിലോ അവകാശികളുമാകുന്നു എന്നുള്ള ആ വാഗ്ദത്തത്തിൽ നിന്നുകൊണ്ട് വേണം നാം പ്രാർത്ഥിക്കാൻ. അസാധ്യങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പതറരുത്, നിങ്ങൾ വാടരുത്, നിങ്ങൾ ക്ഷീണിക്കരുത്, നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ ഭയപ്പെട്ട് പിന്നോട്ട് പോകരുത്, ഈ ആത്മീയ ജീവിതം വേണ്ട എന്ന് വെക്കരുത്. പ്രിയപ്പെട്ടവരെ, മുന്നോട്ട് പോകണം. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ആകാശമുണ്ടാക്കി സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ഉണ്ടാക്കിയ ദൈവത്തിന്, മോനെ നിന്റെ കടം വലുതാണോ? മകളെ നിന്റെ രോഗം വലുതാണോ? നിന്റെ കുടുംബ പ്രശ്നം വലുതാണോ? നിനക്കൊരു ഇച്ചിരി പൈസയുടെ കാര്യം ചെയ്തു തരാൻ നിന്റെ ദൈവത്തിന് കഴിയലെന്നാണോ നീ കരുതിയത്? മോനെ നിന്റെ ആരോഗ്യത്തിന്റെ കാര്യം ദൈവത്തിന് നോക്കാൻ കഴിയലെന്നാണോ നീ ചിന്തിച്ചത്? നിനക്കൊരു വീട് തരാൻ, നിനക്കൊരു വാഹനം തരാൻ, നിന്റെ മക്കളെ ഉന്നത നിലയിൽ പഠിപ്പിക്കാൻ, നിനക്കൊരു നീക്കുപോക്ക് തരാൻ ഈ ദൈവത്തിന് കഴിയില്ലെന്നാണോ പറയുന്നത്? എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം വേണമെന്ന്? ഇതാണ് വിശ്വാസം. ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവത്തിന് ആ ദൈവം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദൈവം നാളെയും പ്രവർത്തിക്കും. ഇതാണ് വിശ്വാസം. ആകാശമുണ്ടാക്കിയ ദൈവം, വെളിച്ചങ്ങളെ ഉണ്ടാക്കിയ ദൈവത്തിന് എൻ്റെ കാര്യം നോക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പ്.